പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓണം സീരീസിന്റെ മൂന്നാമത്തെ ദിവസമാണ്, അതായത് വീണ്ടും ചിത്തിര നക്ഷത്രം. ഇന്ന് നമ്മൾ പൂവിടേണ്ടത് 3 കളറിലാണ്. അമ്മ ഇന്നലെ വൈകുന്നേരം എന്തൊക്കെയോ പൂവുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അമ്മയും സാൻവിയും കൂടെ രാവിലെ എണീറ്റ് നമ്മുടെ അടുത്തുനിന്ന് തന്നെ പറിച്ചു കൊണ്ടുവരുന്നുണ്ട്. ലാലോടിനാണ് വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കുന്നത്. അച്ഛനും ഉണ്ട് കൂട്ടായിട്ട് നിന്നിന്. ഞാൻ അടുക്കളയിലാണ് ഉള്ളത്. അപ്പൊ ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു മെസ്സേജ് വന്ന്, നിന്റെ ഈ ഓണം സീരീസ് ഒരു ഗുഡ് ഐഡിയ ആണ് എന്നുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കാണാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത്. കാണാൻ ഒരാളല്ല, കുറച്ചധികം പേര് തന്നെയുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഇത്രയും ദിവസം ചെയ്തതുപോലെ തന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലും ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തെ കാഴ്ചകൾ. അവർ രണ്ടുപേരും ഇതാ പൂക്കളം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ രാവിലെ എണീറ്റ് അടിച്ചുവാരി തുടച്ചു വെച്ചു കൊടുത്തതാണ് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാരണം എല്ലാ ദിവസവും രാവിലെ ഞാനിങ്ങനെ അടിച്ചു വരുന്നതും തുടക്കുന്നതും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പൂവിടുന്നത് പിന്നെ എന്തായാലും എടുക്കണമല്ലോ. കാരണം അതാണല്ലോ ഞങ്ങളുടെ ഓണം സീരീസ്. അപ്പോൾ അവരിന്ന് 3 കളറിലുള്ള പൂക്കളാണ് ഒരുക്കുന്നത്. ഇന്നും വട്ടം വട്ടം തന്നെ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡിസൈനൊക്കെ ഒന്ന് മാറ്റി പിടിക്കാം അല്ലേ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരും. അതൊന്നും നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്തായാലും കണ്ടിട്ട് വരും. പൂവൊക്കെ ഇട്ട് വന്നതിന് ശേഷം സാൻവിയുടെ ഡെയിലി മോർണിംഗ് റൂട്ടീനാണ് ഫിഷിന് ഫുഡ് കൊടുക്കുക എന്നുള്ളത്. സാൻവി അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനപ്പോൾ എൻ്റെ ജോലികളൊക്കെ തീർത്ത് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളി കഴിഞ്ഞ് ഒരു പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മനസ്സുഖം. ഇന്ന് പിന്നെ വലിയ തിരക്കൊന്നുമില്ല. കാരണം സാൻവിൻ്റെ സ്കൂളൊക്കെ അടച്ചല്ലോ. അങ്ങനത്തെ ദിവസങ്ങൾ രാവിലെ വളരെ ലാഘവത്തോടു കൂടിയാണ് നിങ്ങൾ നടക്കാറ്. ഇല്ലെങ്കിൽ ഇവിടുന്ന് ഒരു ഓട്ടമായിരിക്കും. ഇന്നിപ്പോൾ വസുമോനും എണീറ്റിട്ടില്ല. അപ്പൊ പിന്നെ കാര്യമായിട്ട് വലിയ തിരക്കുകളൊന്നും രാവിലെ ഇല്ല. അപ്പൊ പിന്നെ ഒന്ന് നന്നായിട്ട് അങ്ങ് ഒരുങ്ങാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അങ്ങ് ഒരുങ്ങുകയാണ്. ഒന്നുമില്ല, ഒരു കണ്ണെഴുതി പൊട്ടിട്ട് അത്രയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഒരുക്കങ്ങൾ. വലിയ രീതിയിലല്ലെങ്കിലും എൻ്റെ അടുത്ത് കുറച്ച് കമ്മലുകളുണ്ട്. അത് ഞാൻ ഒരുപാട് കാലം മുന്നേ ഉപയോഗിച്ചത് വെക്കുന്നതാണ്. ഞാൻ അങ്ങനെ ഉപേക്ഷിച്ച് കളയുന്ന ഒരാളല്ല. അപ്പോൾ എത്രയുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ 1 2 കമ്മൽ മാത്രമേ കയ്യിൽ കിട്ടുകയുള്ളൂ. അങ്ങനെ ഞാൻ അതിൽ നിന്ന് ഒന്നൊക്കെ സെലക്ട് ചെയ്ത് അതിനുശേഷം മൂകാംബിക അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദവും തൊട്ട്, അത് പോരാഞ്ഞിട്ട് ഇവിടുത്തെ ഭസ്മവും തൊട്ടിട്ടുണ്ട്. അധികം ഭക്തിസാന്ദ്രമാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. സ്കൂൾ പൂട്ടിയതിന്റെ ഭാഗമായിട്ടാണ് വീട് താഴെ വന്നത്. ഇതാണ് കേട്ടോ ഇന്നത്തെ പൂക്കളം. ഇന്ന് നമുക്ക് ചായക്ക് പുട്ടും മുട്ടക്കറിയുമാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കട്ടെ. വസു ഇന്ന് സാൻവിന്റെ മടിയിലാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. വസു ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വസുവിന് ആരെയാണോ അന്ന് പിടുത്തായത്, അന്ന് അവരുടെ കാര്യം ഹദാ ഹുവ ആണ്. കാരണം അവരെ ചായ കുടിക്കാൻ വസു സമ്മതിക്കില്ല. വസു കയറി ഇരുന്നങ്ങനെ മലക്കം മറിയും. അപ്പൊ ഞങ്ങൾ 4 കൂടെ ചായ കുടിച്ച് ഞങ്ങളുടെ ജോലിയൊക്കെ തീർന്നതിന് ശേഷം ഞങ്ങളൊന്ന് ടൗണ് വരെ പോയി. ഞങ്ങൾക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും അമ്മയും സാൻവിയും വസുവും കൂടെയാണ് പോയത്. അപ്പോൾ പോകുന്നതിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം വസുവിനെയും കൊണ്ട് പോകുമ്പോൾ വീഡിയോ എടുക്കുക എന്ന് പറയുന്നതിലും വലിയൊരു ടാസ്ക് വേറെയില്ല ഗൈസ്. അപ്പോൾ അതിന്റെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നല്ല മഴയുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് മഴ കിട്ടിയില്ല. ഞങ്ങൾ കുറച്ച് പൂവ് വാങ്ങി. പൂവ് ടൗണിൽ നിന്ന് വാങ്ങുമ്പോൾ 10 രൂപ കൂടിയിട്ടുണ്ടായിരുന്നു. ക്യൂൻസ് റോഡിൽ ഇങ്ങോട്ട് താഴോട്ടേക്ക് വന്നപ്പോൾ നല്ല വിലക്കുറവുള്ളതുപോലെ തോന്നി. ഈ 2 ചേട്ടന്മാരുടെ അടുത്താണ്. അവർ വേഗം അവിടുന്ന് വസുവിനൊക്കെ കുറച്ച് പൂവൊക്കെ എടുത്തു കൊടുത്തു. അങ്ങനെയുണ്ട് ചില മനുഷ്യര്. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ ബണ്ണീസിലേക്ക് കയറി. അമ്മയൊക്കെ ഷവർമ്മയുടെ ആളാണ് ഗൈസ്. അപ്പൊ ഞങ്ങൾ ഓരോ ഷവർമ്മയും അങ്ങനെ എന്തൊക്കെയോ അലറ ചില്ലറ സാധനങ്ങളൊക്കെ പറഞ്ഞ് ചുട്ട കോഴീനെ പറപ്പിക്കുന്നത് കണ്ടോ നിങ്ങൾ? അവിടെ ഇതാ അൽഫാമിന് വേണ്ടിയിട്ട് കോഴീനെ കൊത്തിക്കയറ്റുകയാണ്. അപ്പൊ വസുവും ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് അവിടുന്ന് നല്ല രീതിയിൽ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. ബൈ.